ഇനി നമുക്ക് കാൻഡർ സെറ്റിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ കാൻഡർ സെറ്റിൻ്റെ കൺസ്ട്രക്ഷനും ആ സെറ്റിൻ്റെ കുറിച്ച് പ്രോപ്പർട്ടീസും പഠിച്ചിട്ടുണ്ടായിരിക്കും. കാൻഡർ സെറ്റ് ക്ലോസ്ഡ് ആണെന്നും ഒരു പെർഫെക്റ്റ് സെറ്റ് ആണെന്നും അവിടെ പഠിച്ചിരുന്നു. ഇവിടെ കാൻഡർ സെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുണ്ട്. നൊട്ടേഷനിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് ഉള്ളത്. അവിടെ E1, E2, E3 എക്സെട്ര എന്ന് ഡിനോട്ട് ചെയ്ത സെറ്റുകളെ ഇവിടെ C1, C2, C3 എക്സെട്ര എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എല്ലാ കൗണ്ടബിൾ സെറ്റുകളുടെയും ഔട്ടർ മെഷർ 0 ആണെന്ന് നമ്മൾ പഠിച്ചു. ബട്ട് ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ 0 ആണെങ്കിൽ ആ സെറ്റ് കൗണ്ടബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ളൊരു സെറ്റാണ് കാൻഡർ സെറ്റ്. കാൻഡർ സെറ്റ് മെഷറബിൾ ആണെന്നും അതിൻ്റെ ഔട്ടർ മെഷർ 0 ആണെന്നും ആ സെറ്റ് അൺകൗണ്ടബിൾ ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്യും. കൺസിഡർ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1. അതിനായി E എന്ന് ഡിനോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഈ ഇൻ്റർവെലിനെ ഈക്വൽ ലെങ്ത്തുള്ള 3 ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിലെ മിഡിൽ വണ്ണിൻ്റെ ഇൻറ്റീരിയർ റിമൂവ് ചെയ്യുന്നു. അതായത് ഐനെ നമ്മൾ ഈക്വൽ ലെങ്ത്തുള്ള 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഐയുടെ ടോട്ടൽ ലെങ്ത്ത് 1 ആയതുകൊണ്ട് ഈ ഓരോ പാർട്ടിൻ്റെയും ലെങ്ത്ത് 1/3 ആയിരിക്കും. ദെൻ ഇതിലെ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്യുന്നു. അതായത് ഓപ്പൺ ഇൻ്റർവെൽ 1/3, 2/3 റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ സെറ്റിനെ C1 എന്ന് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് C1 ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1/3 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2/3, 1. C1 ഒരു ക്ലോസ്ഡ് സെറ്റാണ്, കാരണം രണ്ട് ക്ലോസ്ഡ് സെറ്റുകളുടെ യൂണിയൻ ക്ലോസ്ഡ് ആണ്. ഇവിടെ C1 രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ രണ്ട് ഇൻ്റർവെൽസിൻ്റെയും ഓപ്പൺ മിഡിൽ തേർഡ്സ് റിമൂവ് ചെയ്യുക. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1/3യിൽ നിന്നും ഓപ്പൺ ഇൻ്റർവെൽ 1/9, 2/9 ക്ലോസ്ഡ് ഇൻ്റർവെൽ 2/3, 1ൽ നിന്നും ഓപ്പൺ ഇൻ്റർവെൽ 7/9, 8/9 റിമൂവ് ചെയ്യുക. റിസൾട്ടിംഗ് സെറ്റിനെ C2 എന്ന് ഡിനോട്ട് ചെയ്യുക. C2 4 ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനാണ്. സോ C2 ക്ലോസ്ഡ് ആണ്. C2വിലുള്ള ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 1/9, അതായത് 1/3² ആണ്. C1ൽ അത് 1/3⁻1 ആയിരുന്നു. C1 രണ്ട് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആയതുകൊണ്ട്, ഡിസ്ജോയിൻ്റ് യൂണിയൻ ആയതുകൊണ്ട് C1ൻ്റെ ടോട്ടൽ ലെങ്ത്ത് 2 × 1/3, ദാറ്റ് ഈസ് 2/3 ആണ്. അതുപോലെ C2വിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4 × 1/3², അതായത് 2/3² ആണ്. ദെൻ ഈ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവൽ കണ്ടിന്യൂ ചെയ്ത് പോകുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ക്ലോസ്ഡ് സെറ്റ് C3 കിട്ടും. C3യുടെ ടോട്ടൽ ലെങ്ത്ത് 2/3³ ആയിരിക്കും. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഫോർ ഈച്ച് k equal to 1, 2, 3 etc. we get a closed set CK which is the union of 2k closed intervals, each of which has length 1/3k. So CKയുടെ ടോട്ടൽ ലെങ്ത്ത് 2/3k ആയിരിക്കും. നൗ കാൻഡർ സെറ്റ് C ഡിഫൈൻ ചെയ്യുന്നത് ഇത്തരം CKകളുടെ എല്ലാം ഇൻ്റർസെക്ഷൻ ആയിട്ടാണ്. ദാറ്റ് ഈസ് C ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓവർ k equal to 1 to infinity CK. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ അറിയാം, കളക്ഷൻ CK k equal to 1 to infinity ക്ലോസ്ഡ് സെറ്റുകളുടെ ഒരു ഡിസെൻഡിങ് കളക്ഷനാണ്. ദാറ്റ് ഈസ് C1 ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് C2, C2 ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് C3 ആൻഡ് സോ ഓൺ. ദെൻ കാൻഡർ സെറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് പ്രൊപ്പോസിഷനിൽ പ്രൂവ് ചെയ്യുന്നത്. പ്രൊപ്പോസിഷൻ 19, ദി കാൻഡർ സെറ്റ് C ഈസ് ക്ലോസ്ഡ് അൺകൗണ്ടബിൾ സെറ്റ് ഓഫ് മെഷർ 0. ക്ലോസ്ഡ് സെറ്റുകളുടെ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഫോർ ഈച്ച് k CK ക്ലോസ്ഡ് ആയതുകൊണ്ട് കാൻഡർ സെറ്റ് Cയും ക്ലോസ്ഡ് ആണ്. എല്ലാ ക്ലോസ്ഡ് സെറ്റുകളും മെഷറബിൾ ആയതുകൊണ്ട് ഈച്ച് CKയും കാൻഡർ സെറ്റ് Cയും മെഷറബിൾ ആണ്. ഫോർ ഈച്ച് k CKയുടെ ടോട്ടൽ ലെങ്ത്ത് 2/3k ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓൾസോ C ഈസ് എ സബ്സെറ്റ് ഓഫ് ഈച്ച് CK. ദെൻ ലെബക് മെഷർ മൊണോട്ടോണിക് ആയതുകൊണ്ട് മെഷർ ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് CK എന്ന് കിട്ടും. ദാറ്റ് ഈസ് മെഷർ ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3k ഫോർ ഈച്ച് k. 2/3 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ മെഷർ ഓഫ് C 0 ആയിരിക്കണം. അതല്ലെങ്കിൽ കളക്ഷൻ CK k equal to 1 to infinity മെഷറബിൾ സെറ്റുകളുടെ ഒരു ഡിസെൻഡിങ് കളക്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ തിയറം 15ൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓവർ k equal to 1 to infinity CK ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് CK എന്ന് കിട്ടും. ദാറ്റ് ഈസ് മെഷർ ഓഫ് C ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2/3k. നമുക്കറിയാം mod x ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി x⁻k 0 ആണെന്ന്. സോ ലിമിറ്റ് k ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2/3k 0 ആയിരിക്കും. ദാറ്റ് ഈസ് മെഷർ ഓഫ് C 0 ആണ്.
ഇനി നമുക്ക് കാൻഡിഡേറ്റ് സെറ്റ് അൺകൗണ്ടബിൾ ആണെന്ന് കൂടി പ്രൂവ് ചെയ്യുവാനുണ്ട്. കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സി കൗണ്ടബിൾ ആണെന്ന് വിചാരിക്കുക. ദെൻ സിയിലെ മെമ്പേഴ്സിനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ഒരു ബൈജക്ഷൻ സിയിലേക്ക് ഉണ്ടായിരിക്കും. സീക്വൻസ് സ്മോൾ സി കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി സിയുടെ ഒരു എന്യൂമറേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് സിയിലെ എല്ലാ മെമ്പേഴ്സിനെയും C1, C2, C3, C4 എക്സെട്ര ഇതുപോലെ ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും. ദെൻ ഇതിലെ ഫസ്റ്റ് മെമ്പർ സ്മോൾ C1 ചൂസ് ചെയ്യുക. ദെൻ സെറ്റ് ക്യാപിറ്റൽ C1 രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനാണ്. അതിലൊരു ഇൻ്റർവെൽ സ്മോൾ C1നെ കണ്ടെയ്ൻ ചെയ്യും, അനദർ വൺ കണ്ടെയ്ൻ ചെയ്യുകയില്ല, കാരണം അവ ഡിസ്ജോയിൻ്റ് ആണ്. സ്മോൾ C1നെ കണ്ടെയ്ൻ ചെയ്യാത്ത അതിലെ ഇൻ്റർവെല്ലിനെ ക്യാപിറ്റൽ F1 എന്ന് ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ക്യാപിറ്റൽ F1 ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1/3. ദെൻ സെറ്റ് C2 4 ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനാണ്. അതിൽ രണ്ട് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ക്യാപിറ്റൽ F1ൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നമ്മളെടുത്ത കേസിലാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1/9 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2/9, 1/3 ക്യാപിറ്റൽ F1ൻ്റെ ഒരു സബ്സെറ്റാണ്. ദെൻ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇതിലൊരെണ്ണം സ്മോൾ C2നെ കണ്ടെയ്ൻ ചെയ്യുകയില്ല. ആ ഇൻ്റർവെല്ലിനെ ക്യാപിറ്റൽ F2 എന്ന് ഡിനോട്ട് ചെയ്യുക. സോ ക്യാപിറ്റൽ F2ൽ സ്മോൾ C1ഉം സ്മോൾ C2ഉം ഉണ്ടായിരിക്കുകയില്ല. ക്യാപിറ്റൽ F2 ക്ലോസ്ഡ് ആണ്. ക്യാപിറ്റൽ F2 ക്യാപിറ്റൽ F1ൻ്റെ ഒരു സബ്സെറ്റാണ്. ഇവിടെ ക്യാപിറ്റൽ F2 ക്ലോസ്ഡ് ഇൻ്റർവെൽ 2/9, 1/3 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ സെറ്റ് ക്യാപിറ്റൽ C3 8 ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനാണ്. അതിൽ രണ്ട് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ക്യാപിറ്റൽ F2ൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിലൊരെണ്ണം സ്മോൾ C3യെ കണ്ടെയ്ൻ ചെയ്യുകയില്ല. ആ ഇൻ്റർവെല്ലിനെ ക്യാപിറ്റൽ F3 എന്ന് ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ F3 ക്ലോസ്ഡ് ആണ്. ക്യാപിറ്റൽ F2ൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സ്മോൾ C1, സ്മോൾ C2, സ്മോൾ C3 ഇവയൊന്നും ക്യാപിറ്റൽ F3യിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കൊരു കൗണ്ടബിൾ കളക്ഷൻ FK ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി കിട്ടും. ആ കളക്ഷൻ്റെ പ്രത്യേകത ഇവയെല്ലാമാണ്. ഫസ്റ്റ് വൺ, ഈച്ച് ക്യാപിറ്റൽ FK ഈസ് ക്ലോസ്ഡ് ആൻഡ് FK + 1 ഈസ് എ സബ്സെറ്റ് ഓഫ് FK. Second one, FK is a subset of capital CK. And third one, small ck not belongs to capital FK. Then നമ്മൾ പ്രീവിയസ് സെമ്മിൽ പഠിച്ച നെസ്റ്റഡ് ഇൻ്റർവെൽ തിയറം അപ്ലൈ ചെയ്താൽ ഇൻ്റർസെക്ഷൻ ഓവർ K ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി FK നോൺ എംപ്റ്റി ആണെന്ന് കിട്ടും. ലെറ്റ് X ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ ഓവർ K ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി FK. കളക്ഷൻ FKയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ intersection over K equal to 1 to infinity FK is a subset of intersection over K equal to 1 to infinity CK എന്ന് കിട്ടും. intersection over K equal to 1 to infinity CK കാൻഡർ സെറ്റ് C ആണ്. സോ X belongs to C. സ്മോൾ C1, C2, C3 എക്സെട്ര കാൻഡർ സെറ്റ് Cയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും എന്യൂമറേഷൻ ആയതുകൊണ്ട് X equal to Cn for some index n. Thus Cn belongs to intersection over K equal to 1 to infinity FK. intersection over K equal to 1 to infinity FK ക്യാപിറ്റൽ Fnൻ്റെ ഒരു സബ്സെറ്റാണ്. സോ Cn belongs to ക്യാപിറ്റൽ Fn. അത് കളക്ഷൻ FKയുടെ തേർഡ് പ്രോപ്പർട്ടിക്ക് ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു. C കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. ഇത്രയുമാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.